നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാന ബജറ്റ് ഇന്ന്. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് പരിഹാരമായി ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റിൽ എന്ത് കരുതി വെക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണിത്. ക്ഷേമ പെൻഷൻ 2500 ആക്കി ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ സർക്കാർ അവസാന സമ്പൂർണ്ണ ബജറ്റിലെങ്കിലും വാക്ക് പാലിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 100 രൂപ മുതൽ 200 രൂപ വരെ ക്ഷേമ പെൻഷൻ ഉയർത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയ്ക്ക് സംസ്ഥാന സർക്കാരിന് പൂർത്തിയാക്കാൻ നിരവധി ഉത്തരവാദിത്വങ്ങളുണ്ട്. കേന്ദ്ര ബജറ്റിലെ അവഗണന മറികടക്കാനും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനും എന്ത് ചെയ്യുമെന്ന ചോദ്യം പ്രധാനമാണ്. ബജറ്റിൽ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതും അറിയേണ്ടതുണ്ട്. ബജറ്റിന് മുന്നോടിയായി മദ്യവില ഉയർത്തിയിരുന്നു. ഇനി ബജറ്റിൽ ഉയർത്താൻ സാധ്യത കുറവാണ്. പ്രളയം, കിഫ്ബി മുതൽ റോഡ് സുരക്ഷാ സെസ് വരെ 6 സെസ്സുകൾ ഇപ്പോൾ പിരിക്കുന്നുണ്ട്. ഇതിന് പുറമെ കൂടുതൽ സെസ് വരുമോ എന്നതും പ്രധാനമാണ്. കഴിഞ്ഞ ബജറ്റിൽ വിപണി ഇടപെടലിന് തുക വകയിരുത്താത്തത് CPI-CPIM മുന്നണി തർക്കത്തിലേക്ക് വരെ കാരണമായിരുന്നു. ഇത് ഈ ബജറ്റിലും ആവർത്തിക്കുമോ? വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.